ഒരു പെരുന്നാൾ ദിവസം മദീന പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരുടെ മുഖത്തും പെരുന്നാളിൻ്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാ കുട്ടികളും പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പള്ളിമുറ്റത്ത് നേരത്തെ തന്നെ എത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ മുഖത്തൊക്കെ വളരെ സന്തോഷം. ഈ ആരവങ്ങളിലേക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വരുന്നത്. കുട്ടികളുടെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ ഒരു കുട്ടി ഇങ്ങനെ മാറി നിൽക്കുന്നു. ആ കുട്ടിയുടെ മുഖത്ത് സന്തോഷമല്ല, പുതിയ വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. മുത്തുനബി ആ കുട്ടിയുടെ ബാക്കിലൂടെ ചെന്ന് വളരെ സൗമ്യമായ സ്വരത്തിൽ കുട്ടിയെ വിളിച്ചു, മോനെ. എന്നിട്ട് ആ കുട്ടിയുടെ ചുമലിൽ കൈവച്ചു. കുട്ടി കൈ തട്ടി മാറ്റി മുന്നോട്ട് നടന്നു. ആരാന്ന് പോലും നോക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നാലെ ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മോനെ, ഇന്ന് പെരുന്നാൾ ദിവസമല്ലേ, നീ എന്താണ് നല്ല വസ്ത്രമൊന്നും ധരിക്കാത്തത്? നിനക്ക് പുത്തനുടുപ്പൊന്നുമില്ലേ? അപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് നല്ല ഉടുപ്പൊന്നുമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതെന്താണ്, എനിക്ക് എൻ്റെ ഉപ്പ നല്ല ഉടുപ്പൊന്നും വാങ്ങി തന്നില്ലേ? അതിന് എനിക്ക് ഉപ്പയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് വിഷമിച്ചുകൊണ്ട് ചോദിച്ചു, നിൻ്റെ ഉപ്പാക്ക് എന്തു പറ്റി? എൻ്റെ ഉപ്പ ഒരു യുദ്ധത്തിൽ മരിച്ചു. നബി തങ്ങൾക്ക് നല്ല വിഷമമായി. ആ കുട്ടിയെ കോരിയെടുത്ത് തൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, ഞാൻ നിൻ്റെ ഉപ്പയാവട്ടെയോ? എൻ്റെ പത്നി പ്രിയപ്പെട്ട ആയിഷ ബീവി നിൻ്റെ ഉമ്മയാവട്ടെയോ? എൻ്റെ പ്രിയ മകൾ ഫാത്തിമ ബീവി നിൻ്റെ സഹോദരിയാവട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് മുത്തുനബിയാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാട് കുട്ടി പറഞ്ഞു, നബിയെ ക്ഷമിക്കണം, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുഞ്ചിരിച്ചുകൊണ്ട് ആ കുട്ടിയുടെ കുഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. എന്നിട്ട് ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ഈ കുഞ്ഞുമോനെ നിൽക്കാൻ സമ്മാനമായി നൽകുകയാണ്. ഇവനെ നല്ല വസ്ത്രം നടിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ഉഷാറാക്കി കൊണ്ടുവരും. ആയിഷ ബീവി ആ കുഞ്ഞുമോനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ കുട്ടിക്ക് ഏറെ സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 3 സ്വർണ്ണ നാണയം ആ കുട്ടിയുടെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ, ഇനി നീ പോയി ആ കുട്ടികളോടൊപ്പം സന്തോഷത്തോടു കൂടെ കളിക്കൂ. ഈ കുട്ടിക്ക് വളരെ സന്തോഷമായി. മറ്റ് കളിക്കുന്ന കൂട്ടുകാരിലേക്ക് ഈ കുട്ടി 3 ദീനാർ കൈ പിടിച്ചുകൊണ്ട് ആ കുട്ടികളുടെ ഇടയിലേക്ക് ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ആ ദീനാറുമായി കുട്ടി വളരെ സന്തോഷത്തോടുകൂടെ അവരിലേക്ക് ചെന്നപ്പോൾ അവർക്കൊക്കെ ആശ്ചര്യമായി. ഇതുവരെ ദുഃഖഭാരവുമായി നിന്ന ഇവനിതെന്താണ് പറ്റിയത്? നല്ല പുതുവായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പുത്തനായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, കയ്യിൽ സ്വർണ്ണ നാണയമുണ്ട്. കുട്ടികളൊക്കെ ആശ്ചര്യപൂർവ്വം അവൻ്റെ പിന്നാലെ കൂടി, അവൻ്റെ ചുറ്റും കൂടി. നിനക്ക് എവിടെ നിന്നാണ് നല്ല വസ്ത്രം കിട്ടിയത്? ആരാണ് എനിക്ക് തന്നത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ ഉപ്പയേക്കാൾ സ്നേഹമുള്ള ശ്രേഷ്ഠരായ ഒരു ഉപ്പയുണ്ട്, എൻ്റെ ഉമ്മയേക്കാൾ ശ്രേഷ്ഠരായ ഒരു ഉമ്മയുണ്ട്. കുട്ടികൾ കൂട്ടത്തോടു കൂടി ചോദിച്ചു, അതാരാണ്? എൻ്റെ മുത്തുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.